പ്രവാസി ന്യൂസിന്റെ മുഖാമുഖം പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ആഗോളതലത്തിൽ എല്ലാ രാജ്യങ്ങളെയും പിടിച്ചുലച്ചിരിക്കുന്ന ഒരു വലിയ സമ്മർദ്ദത്തിലാക്കിയിരിക്കുന്ന ഒരു സംഭവമാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അധിക തീരുവ അല്ലെങ്കിൽ റെസിപ്രോക്കൽ താരിഫ്, അതുമല്ലെങ്കിൽ പകര തീരുവ എന്നൊക്കെ പത്രമാധ്യമങ്ങൾ വിശേഷിപ്പിക്കുമ്പോൾ ഇത് യൂറോപ്പിനെ, പ്രത്യേകിച്ച് യൂറോപ്പിന്റെ സാമ്പത്തിക എഞ്ചിനാണെന്ന് വിശേഷിപ്പിക്കുന്ന ജർമ്മനിയെ എങ്ങനെ ബാധിക്കും, അല്ലെ ജർമ്മനിയിൽ താമസിക്കുന്ന ആളുകളെ, പൗരന്മാരെ എങ്ങനെ ബാധിക്കും എന്നുള്ളൊരു വിഷയമാണ് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്. ഇന്നത്തെ മുഖാമുഖം പരിപാടിയിൽ പ്രവാസി ഓൺലൈനോട് ചേർന്ന് നിൽക്കുന്ന നമ്മുടെ മലയാളികൾക്കിടയിൽ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ വിശകലനം ചെയ്ത് സംസാരിക്കുന്ന നിങ്ങളുടെയൊക്കെ പ്രിയങ്കരനായ ഡോക്ടർ ജോർജ് അരിക്കിലാണ്. അദ്ദേഹം ഇവിടെ 60 വർഷത്തോളം അല്ലെ അതിൽ കൂടുതലായിട്ട് താമസിക്കുന്ന ഒരാള്, കാൾ കൂബൽ ഫൗണ്ടേഷന്റെ CEO ആയിട്ട് റിട്ടയർ ചെയ്ത ഒരാൾ കൂടിയാണ്. സാമ്പത്തിക ശാസ്ത്രവും അതുപോലെ എല്ലാ മേഖലകളിലും നന്നായിട്ട് അറിവും ജ്ഞാനവും അതുപോലെ തന്നെ അത് മറ്റുള്ളവരോട് പറഞ്ഞ് മനസ്സിലാക്കി തരാനുള്ള ഒരു കഴിവുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ഈ മുഖാമുഖം പരിപാടിയിലേക്ക് ഡോക്ടർ ജോർജ് അരിക്കൽ ഞങ്ങളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നമസ്കാരം ജോർജ് അങ്കിൾ. നമസ്കാരം ജോസ് കുമ്പുളിവേലി. നമുക്ക് ആപ്പാടെ പ്രശ്നങ്ങളാണ്. ഒരു തരത്തില് തീരുവ കൊണ്ട് അടിച്ചേൽപ്പിക്കുന്ന, സമ്മർദ്ദത്തിലാക്കുന്ന, ഒന്നാമത് ഇവിടെ വിലപിടിപ്പിന്റെ ഒരു രാജ്യമായി അല്ലെ യൂറോപ്പ് മാറിയിരിക്കുന്ന, യൂറോപ്പ് ഭൂഖണ്ഡം തന്നെ മാറിയിരിക്കുന്ന ഒരു അവസ്ഥയില് പലതിനും അധിക തീരുവ ചുമത്തി ലോകത്തെ മുഴുവൻ ഞടുക്കി ട്രംപ് എന്ന മഹാനായ ഒറ്റയാൻ കളിയാണെന്നോ അല്ലെങ്കിൽ നമ്മുടെ മസ്ക് എന്ന് പറയുമ്പോൾ ട്രംപിന്റെ ഉപദേശകനായിട്ട് നിൽക്കുകയാണ്. മസ്കിന്റെ ആ ഒരു ചിപ്പ് മുഴുവൻ ട്രംപിന്റെ തലയിൽ വെച്ച് കെട്ടിയിട്ട് അതിന്റെ പ്രവർത്തനമാണോ എന്ന് പോലും ചിലപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഈ നടപടികളൊക്കെ ഇപ്പം എല്ലാ രാജ്യങ്ങൾക്കും ഭയാശങ്കകളാണ്. പ്രത്യേകിച്ച് ഡാക്സ് പോലുള്ള ആഗോള വിപണി തന്നെ കൂപ്പുകുത്തി നിന്നു. ഇന്നിപ്പോൾ ഒരല്പം മാറ്റം വന്നിട്ടുണ്ട്. കാരണം 90 ദിവസത്തെ തീരുവ പല രാജ്യങ്ങൾക്കും അദ്ദേഹം താൽക്കാലികമായി നിർത്തിവെച്ചു, ചൈനയെ ഒഴിച്ച്. അപ്പോൾ അതിന്റെ ഒരു പ്രതിഫലം എന്നോണമാണ് അല്ലെ ഇപ്പോൾ കമ്പോളത്തിനൊരു ചെറിയ ചാഞ്ചാട്ടം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്ത് ഞങ്ങളുടെ മുഖാമുഖം പരിപാടി ഞങ്ങൾ പൂർത്തിയാക്കും. ആദ്യത്തെ ചോദ്യം, ഈ 90 ദിവസത്തെ താൽക്കാലിക ഒരു വെടിനിർത്തൽ പോലെ ഈ വ്യാപാര യുദ്ധം ട്രംപ് പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ ഇന്നലെ അതായത് ഏപ്രിൽ 9 യൂറോപ്യൻ യൂണിയൻ ഒരു പ്രമേയം പാസാക്കി. അങ്ങോട്ടും ഇതുപോലെ തന്നെ അടിച്ചേൽപ്പിക്കുക. യൂറോപ്യൻ യൂണിയന് 20% ആണിപ്പോൾ ചുങ്കം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതെങ്ങനെ, ആദ്യത്തെ ചോദ്യം, യൂറോപ്പിനെ ഇതെങ്ങനെ ബാധിക്കും എന്നുള്ളതാണ്. യൂറോപ്പ് തീരുമാനിച്ചിരുന്ന ഉത്തരം ഇപ്പോൾ യൂറോപ്പും മാറ്റിവെച്ചിരിക്കുകയാണ്. കാരണം ട്രംപ് 90 ദിവസം അവധി നൽകിയതിനാൽ ഈ 90 ദിവസത്തിനുള്ളിൽ നെഗോസിയേഷൻ നടക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ ട്രംപിന്റെ ഈ തീരുമാനം യാതൊരു വിധത്തിലും മറ്റുള്ള രാജ്യങ്ങളായിട്ട് ആലോചിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം ലോകത്തെ മുഴുവനും അമ്മാനം ആടുന്ന പോലെയുള്ള ഒരു തീരുമാനമാണ് ട്രംപ് ചെയ്തത്. നമ്മുടെ ഫോർമർ റിസർവ് ബാങ്കിന്റെ ഗവർണറായിരുന്ന രഘുറാം രാജൻ പറഞ്ഞത് ട്രംപ് ഒരു സെൽഫ് ഗോൾ അടിച്ചു എന്നാണ്. അന്ന് ഈ ട്രംപിന്റെ തീരുമാനം 90 ദിവസത്തേക്ക് നീട്ടിവെക്കുന്ന കാര്യം അറിഞ്ഞിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഈ 90 ദിവസം ഒരു ഇന്റർവെൽ നൽകിയത് കൊണ്ട് ലോകത്തിന് ഒരു താൽക്കാലിക ആശ്വാസമായി. ഇതിന്റെ പ്രത്യാഘാതങ്ങൾ, ഇതിന്റെ എഫക്റ്റുകൾ, ഇതിന്റെ കോൺസിക്വൻസസ് എല്ലാം എന്താണെന്ന് നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. പക്ഷെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഷെയർ മാർക്കറ്റ് കാണിച്ച വ്യതിയാനങ്ങൾ തന്നെ വളരെയധികം അപകടം സൂചിപ്പിക്കുന്ന ഒരു സംഗതിയാണ്. അതിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലും വളരെയധികം ഇൻഫ്ലുവൻസ് ഉണ്ടാകും. അതിനെപ്പറ്റി നമുക്ക് ഈ ചർച്ചയിൽ സംസാരിക്കാം. അത് പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപ് ആദ്യം തവണ US പ്രസിഡന്റായി. ഇതിപ്പം രണ്ടാമത്തെ പുള്ളിയുടെ അല്ലെങ്കിൽ ട്രംപിന്റെ രണ്ടാമത്തെ അവസരമാണ്. ഇദ്ദേഹം ഈ ഒരു വലിയ ബിസിനസ്സുകാരൻ എന്നുള്ള നിലയിൽ ലോകത്തിലെ കമ്പോളങ്ങൾ അല്ലെ ലോക രാജ്യങ്ങളെ പറ്റി അല്ലെ ഇതുപോലുള്ള നികുതി സമ്പ്രദായങ്ങളെ പറ്റി പഠിക്കാതെയാണോ അദ്ദേഹം ഇങ്ങനെയൊരു പ്രഖ്യാപനം നടത്തിയത്? അയാൾക്ക് ഒരു വിശ്വാസമുണ്ട്, അമേരിക്കൻ പ്രസിഡന്റിന് ഒരു വിശ്വാസമുണ്ട്, ഞാനൊരു നല്ല ഡീൽ മേക്കറാണ്, കച്ചവടമാണ് അദ്ദേഹത്തിന്റെ എക്സ്പെർട്ടൈസ്. ആ രീതിയിൽ അദ്ദേഹം ഈ തിരുവ കൊണ്ട്, ചുങ്കം കൊണ്ട് അല്ലെങ്കിൽ കസ്റ്റംസ് കൊണ്ട് ഈ ഡീൽ
ബിസിനസ് മാത്രമല്ല മറ്റു പല ലക്ഷ്യങ്ങളും ലക്ഷ്യങ്ങളിൽ വിജയിക്കുവാൻ വേണ്ടി കൂടിയാണ് ഈ ഡീൽ ചെയ്യുന്നത്. പക്ഷേ അദ്ദേഹത്തിന്റെ കാൽക്കുലേഷൻ അല്ലെങ്കിൽ അദ്ദേഹത്തെ ഉപദേശിക്കുന്ന വ്യക്തികൾക്ക് ഒരുപക്ഷെ ഇതിനെപ്പറ്റി അറിയാൻ പാടില്ലാഞ്ഞിട്ടായിരിക്കില്ല. ഈ ഓവർ അസസ്മെന്റ് ആണ് അമേരിക്കയെ ഏറ്റവും വലിയ ശക്തിയായിട്ട് അവർ കാണുന്നു. അപ്പോൾ മറ്റുള്ള രാജ്യങ്ങൾ അമേരിക്കയ്ക്ക് കീഴടങ്ങുമെന്നുള്ള എന്തോ ഒരു വിശ്വാസം അവർക്കുണ്ട്. മറ്റുള്ളവർ രാജ്യങ്ങൾ പേടിച്ചു പോകും എന്നെല്ലാം കരുതി ട്രംപ് പറയുന്നത് ലോകം മുഴുവനും സ്വീകരിക്കും എന്നുള്ള ഒരു വിശ്വാസം, ഇമാജിനേഷൻ അദ്ദേഹത്തിനുണ്ട്. പക്ഷെ ഈ പ്രാവശ്യത്തെ തീരുമാനത്തിന്റെ ഉത്തരങ്ങൾ വളരെ വ്യത്യസ്ത രീതിയിലായിരുന്നു മറ്റുള്ള രാജ്യങ്ങൾ നൽകിയത്. പ്രത്യേകിച്ച് ചൈന, കാനഡ, അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയന്റെ അനൗൺസ്മെന്റ്, മെക്സിക്കോ, ഇങ്ങനെയുള്ള പല രാജ്യങ്ങളും ട്രംപ് പറയുന്നതിനെ അംഗീകരിക്കാൻ തയ്യാറാകാതെ തിരിച്ച് ചുങ്കം ഏർപ്പെടുത്തി അമേരിക്കയുടെ എക്കണോമിയെ വളരെ വീക്ക് ആക്കുവാനുള്ള ഇൻസ്ട്രുമെന്റ് മറ്റുള്ള രാജ്യങ്ങൾക്കും ഉണ്ട് എന്ന് അദ്ദേഹത്തിന് ഇപ്പോൾ മനസ്സിലായി എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഈ 90 ദിവസത്തേക്കുള്ള ഇന്റർവെൽ ട്രംപ് പ്രഖ്യാപിച്ചത്. മറ്റ് രാജ്യങ്ങൾ, അതായത് യൂറോപ്പ് ആണെങ്കിലും അല്ലെങ്കിൽ ഏഷ്യൻ ഭൂഖണ്ഡമാണെങ്കിലും അതിൽ ഉൾപ്പെടുന്ന ഇന്ത്യ ആണെങ്കിലും ഒരു പ്രതിരോധം ട്രംപ് ഉയർത്തിയതുപോലെ തന്നെ ഒരു പ്രതിരോധം കൊണ്ടുവന്നിട്ട് നേരെ ട്രംപിനെ മുട്ടുകുത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് ഉദ്ദേശിക്കുന്നത്. മുട്ടുകുത്തിക്കുന്നത് അല്ലെങ്കിലും തങ്ങളെ മുട്ടുകുത്തിക്കുവാൻ നോക്കിയ ട്രംപിനെ അനുസരിക്കാതിരിക്കുക. ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ചുങ്കം കയറ്റി മുന്നോട്ട് പോയാൽ ലോക ട്രേഡ് വളരെ മോശമായിട്ട് വളരും. അത് എക്കണോമിയുടെ ഗ്രോത്തിനെ ബാധിക്കും, അത് ജോലി സ്ഥലങ്ങളെ ബാധിക്കും. അതുകൊണ്ട് തമ്മിലുള്ള ഈ ട്രേഡ് ബാറ്റിൽ, ഈ യുദ്ധം ആരംഭിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നുള്ള വിചാരം അവർക്കുണ്ടെങ്കിലും ട്രംപിനെ പവർ കൊണ്ട് മാത്രമേ കീഴ്പ്പെടുത്തുവാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലായി. ഏത് രാജ്യം വളരെ വീക്കായിട്ട് റിയാക്ട് ചെയ്യുന്നോ അത്രയും കൂടുതൽ ട്രംപ് അവരെ താറ്റിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഇത്രയും സ്ട്രോങ് ആയിട്ട് പല രാജ്യങ്ങളും റിയാക്ട് ചെയ്യുന്നത്. നമ്മൾ ഈ ഇപ്പോഴത്തെ ട്രേഡിനെ പറ്റി സംസാരിക്കുന്നതിന് മുമ്പ് ഏകദേശം ഒരു സ്വല്പം ചരിത്രത്തിലേക്ക് തിരിച്ചു നോക്കിയാൽ നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അത് കടന്നോളൂ, കാരണം അതും കൂടെ ഇതിന്റെ ഭാഗമാണല്ലോ. രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോ ലോകം മുഴുവനും എക്കണോമിക്കലായിട്ട് വളരെ തകരാറിലായിരുന്നു. ആ സമയത്താണ് പല രാജ്യങ്ങളും ഒന്നിച്ച് വേൾഡ് ട്രേഡിനെ ഒബ്സർവ് ചെയ്യുവാനും വേൾഡ് ട്രേഡിനെ മുന്നോട്ട് കൊണ്ടുപോകുവാനും വേണ്ടിയിട്ട് ചില സംഘടനകളെ സ്ഥാപിച്ചത്. 1947 WTO വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ സ്ഥാപിക്കപ്പെട്ടു. അതിനു മുമ്പ് 1947 ഗാറ്റ് ജനറൽ എഗ്രിമെന്റ് ഓൺ ടാരിഫ് ആൻഡ് ട്രേഡ് എന്ന സംഘടനയാണ് രൂപീകരിക്കപ്പെട്ടത് 1947. ആ സംഘടനയുടെ പ്രധാന ലക്ഷ്യം ഓരോ രാജ്യങ്ങളും ചുങ്കം കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ആ രാജ്യങ്ങളായിട്ട് കുറച്ച് നെഗോസിയേഷൻ നടത്തി ലോക വ്യാപാരത്തെ ബെറ്ററാക്കുവാനും ശക്തിപ്പെടുത്തുവാനും വേണ്ടിയിട്ട് നെഗോസിയേഷൻസ് ഒക്കെ നടത്തുക എന്നുള്ളതാണ് ആ സംഘടനയുടെ ലക്ഷ്യം ആയിരുന്നത്. ഈ സംഘടന പ്രവർത്തിച്ചുകൊണ്ടിരുന്നപ്പോൾ കുറെയൊക്കെ വേൾഡ് ട്രേഡിനെ സഹായിക്കാൻ പറ്റി. പക്ഷെ അന്നും ഈ സംഘടനയുടെ ലീഡ് ചെയ്തിരുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ആയിരുന്നു. പിന്നീടാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ 1995 വന്നത്. ആ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിൽ ലോകത്തുള്ള മിക്ക രാജ്യങ്ങളും മെമ്പേഴ്സ് ആയിട്ട് ചേർന്നു. ഈ 1995 ആയപ്പോഴേക്കുമാണ് ലോകത്തിലെ ഗ്ലോബലൈസേഷൻ പ്രോസസ് വളരെ വേഗതയിൽ ആയി തുടങ്ങിയത്. അതായത് ആഗോളവൽക്കരണം. ആ ആഗോളവൽക്കരണത്തിലാണ് പല രാജ്യങ്ങളും അന്നെല്ലാം ഉണ്ടായിരുന്ന പല
പ്രൊട്ടക്ഷനിസം ആകുന്ന ഇൻസ്ട്രുമെന്റ് അതാണ് ചുങ്കത്തിൽ. ടാരിഫ് ബാരിയർ എന്ന് പറയും. അതായത് ടാരിഫ് ചുമത്തി ഇമ്പോർട്ട് കുറയ്ക്കുക, എക്സ്പോർട്ട് കൂട്ടുക. ഈ ടാരിഫ് ബാരിയേഴ്സ് എന്ന് പറഞ്ഞാല് തീർച്ചയായിട്ടും വളരെ വില കൂട്ടുന്ന ഒരു കാര്യമാണ് പ്രൊഡക്ട്സിന്. കാരണം ചുങ്കം ചുമത്തുന്ന രാജ്യത്ത് ഒരു പ്രൊഡക്റ്റ് ചെല്ലുമ്പോൾ ആ പ്രൊഡക്റ്റിന്റെ വില കൂടുകയാണ്. അത് വില കൂടുമ്പോൾ അത് വാങ്ങിക്കുന്ന അവിടുത്തെ ജനങ്ങൾക്കും കൂടുതൽ ഇൻഫ്ലേഷണറി എഫക്റ്റ് ഉണ്ടാകും. ആ സാധനങ്ങൾ വാങ്ങിക്കുന്ന കൺസ്യൂമേഴ്സിന് കൂടുതൽ കാശ് ചെലവാകും. പക്ഷെ ഈ ട്രേഡ് ബാരിയേഴ്സിന് ഉപയോഗിക്കപ്പെടുന്നത് ടാരിഫ് കൂട്ടുക മാത്രമല്ല, നോൺ ടാരിഫ് ബാരിയേഴ്സും ഉണ്ട്. അതായത് ഒരു രാജ്യത്തിൽ നിന്ന് മറ്റു രാജ്യത്തേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങൾക്ക് ടാരിഫിന് ഉപരിയായിട്ട് അതിന്റെ സ്റ്റാൻഡേർഡ്, അതിന്റെ ക്വാളിറ്റി, അതിന്റെ പാക്കേജ്, അതിന്റെ ഫോം, അതിന്റെ സൈസ്, ഇങ്ങനെയൊക്കെ ഉള്ള നിയമങ്ങൾ വെച്ച് പല പ്രൊഡക്ട്സിനെ ഇമ്പോർട്ട് ചെയ്യിപ്പിക്കാതിരിക്കും. അല്ലെങ്കിൽ ഇമ്പോർട്ട് വില കൂടാൻ വേണ്ടിയിട്ട് ടാരിഫ് മാത്രമല്ല സ്റ്റാൻഡേർഡ് ഫോംസും നോംസ് വ്യത്യാസപ്പെടുത്തി പ്രശ്നത്തിലാക്കും. ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ അതിലെല്ലാം ഒരു ചെറിയ നെഗോസിയേഷനൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഉണ്ടാക്കിയത്. അതോടൊപ്പം തന്നെ ആ സമയത്ത് തന്നെ ഏകദേശം ഉളവായതാണ് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്. അത് ഫൈനാൻഷ്യൽ ആസ്പെക്റ്റിന് വേൾഡ് ഫൈനാൻസിന്റെ പറ്റി ഉള്ള റെഗുലേഷൻസ് ഒക്കെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് പിന്നെ അതിനു ഉപരിയായിട്ട് വേറൊരു സംഘടനയുണ്ട്, അതാണ് വേൾഡ് ബാങ്ക്. വേൾഡ് ബാങ്ക് വഴിയാണ് യൂറോപ്പിലെ രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞിട്ടുള്ളതിന് ശേഷം ഇവിടുത്തെ റീകൺസ്ട്രക്ഷൻ, റീഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് വേൾഡ് ബാങ്ക് കടം കൊടുക്കുകയും വളരെയധികം സാമ്പത്തിക സഹായങ്ങൾ കൊടുക്കുകയും ചെയ്യും കടമായിട്ട്. അപ്പൊ അങ്ങനെയുള്ള ധാരാളം ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് ലോകത്തിലുണ്ട്. പക്ഷെ ഈ ഓർഗനൈസേഷൻസിനെ ഒന്നും ട്രംപ് അംഗീകരിക്കുന്നതായിട്ട് തോന്നുന്നില്ല. ഈ ഓർഗനൈസേഷൻസ് ആയിട്ട് ഒന്നും ബന്ധപ്പെടാതെയാണ് ട്രംപ് വൺ സൈഡഡ് ആയിട്ട് യാതൊരു വിധത്തിലും റീസണബിൾ അല്ലാത്ത ടാരിഫ്, അതായത് ചുങ്കം അല്ലെങ്കിൽ കസ്റ്റംസ് പ്രഖ്യാപിച്ചത്. അപ്പൊ അതിന്റെ റിയാക്ഷൻ ഇപ്പോൾ ട്രംപ് കണ്ടപ്പോ മനസ്സിലായി ഇത് സെൽഫ് കോൾ അടിക്കലാണ്. പ്രത്യേകിച്ച് അമേരിക്കയിലെ മറ്റേ ഷെയർ മാർക്കറ്റ് വളരെ ഡൗൺ ആയപ്പോ, ഡോ ജോൺസ് അല്ലേ? അതെ, ഡോ ജോൺസ് ആയപ്പോ മനസ്സിലായി അമേരിക്കയിൽ പ്രത്യേകിച്ച് ഏകദേശം 30% മനുഷ്യർ ഈ ഷെയർ വഴിയാണ് വരുമാനം ഉണ്ടാക്കുന്നത്. പ്രത്യേകിച്ച് പെൻഷൻ പറ്റുന്നവർക്ക് ഈ ഷെയർ വഴിയാണ്, ഷെയർ മാർക്കറ്റിന്റെ മൂവ്മെന്റ് അനുസരിച്ചാണ് ഇൻകം ലഭിക്കുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് അവരുടെ ഇൻകം വളരെ കുറഞ്ഞു. അപ്പൊ സാവധാനം അമേരിക്കയിലെ മനുഷ്യർ തന്നെ റിയാക്ട് ചെയ്തു തുടങ്ങി. അത് ട്രംപിന് മനസ്സിലായി. അവരും പട്ടിണിയിലേക്ക് പോകുമെന്നുള്ളതിന്റെ ഒരു മുന്നറിയിപ്പെന്ന പോലെ. അതെ, അതുപോലെ തന്നെ വലിയ വലിയ കമ്പനികൾ, അമേരിക്കയിലെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന കമ്പനികൾ ട്രംപിന്റെ ഉപദേശകരോട് സംസാരിച്ചു എന്നാണ് പറയുന്നത്. ഇങ്ങനെ മുന്നോട്ട് പോയാൽ അമേരിക്കൻ എക്കണോമി തകർന്നേക്കും എന്നുള്ള സംശയം. അപ്പൊ അത് പറയുമ്പോ അമേരിക്ക ആപ്പാടെ മാന്ദ്യത്തിലേക്ക് പോകുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. അത് എത്രമാത്രം എഫക്ട് ചെയ്തു എന്നുള്ളത് പക്ഷെ ആരും അതിന്റെ ഒരു ഇത് പറഞ്ഞിട്ടില്ല. പക്ഷെ ഈ പറഞ്ഞ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ആയാലും വേൾഡ് ബാങ്ക് ആയാലും എല്ലാം തന്നെ അമേരിക്ക ആസ്ഥാനമായിട്ടാണല്ലോ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അമേരിക്കയിലുള്ള സ്ഥാപനങ്ങൾക്ക് തന്നെ, അല്ലെങ്കിൽ അവരുടെ വാക്കുകൾക്ക് വില കൽപ്പിക്കാതെ ഒരു പ്രസിഡന്റ്, അമേരിക്കയുടെ ഏറ്റവും വലിയ തലവൻ എന്നുള്ള നിലയിൽ ഒരു പ്രസിഡന്റ് ഇങ്ങനെ ഒരു മുൻവിധി ഇല്ലാതെ ചെയ്യുമ്പോൾ അത് ലോകത്തെ തന്നെ പിടിച്ചു കുലുക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് യൂറോപ്പിനെ, പ്രത്യേകിച്ച് ജർമ്മനി. അപ്പൊ ഇത് ജർമ്മനിക്ക് ഇനി എങ്ങനെയായിരിക്കും അതിന്റെ ഒരു തട്ടുകേട് എന്നുള്ള രീതിയിൽ വരിക
അല്ലെ വരാൻ പോകുന്നത്. കാരണം ജർമ്മനി എന്ന് പറയുമ്പോൾ സാങ്കേതികമായി ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ഒരു രാജ്യം, പ്രത്യേകിച്ച് കാറുകളായി അല്ലെങ്കിൽ അതുപോലത്തെ മോട്ടോർ ഘടിപ്പിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ. അപ്പൊ ഇത് ജർമ്മനിയെ സംബന്ധിച്ച് എക്സ്പോർട്ട് ചാമ്പ്യനായിട്ട് നിന്ന വർഷങ്ങളെല്ലാം തന്നെ 10 വർഷത്തോളം നിന്ന് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ചൈന അത് മറികടന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു തരത്തിൽ ഇവിടെ അത് എങ്ങനെ അഫക്റ്റ് ചെയ്യും എന്നുള്ള ഒരു കാര്യം എങ്ങനെയാണ് വിവക്ഷിക്കുക? ഈ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനും ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടും ഒക്കെ വാഷിംഗ്ടണിലും ന്യൂയോർക്കിലും ഒക്കെ ആയിട്ട് ആണ് സ്ഥിതി ചെയ്യുന്നത്. അതില് ഏറ്റവും കൂടുതൽ ഷെയർ ഉള്ള രാജ്യമാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. അവർക്ക് അതില് ധാരാളം വളരെ പവർ ഉണ്ടായിരുന്നു. ഈ സംഘടനകൾ വഴിയാണ് ലോക വ്യാപാരത്തിന്റെ ഒരു ലീഡിംഗ് കറൻസി ആയിട്ട് ഡോളറിനെ പ്രഖ്യാപിച്ചത്. ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൽ നിന്നും കൊടുക്കുന്ന കടവും അല്ലെങ്കിൽ സഹായങ്ങളൊക്കെ അമേരിക്കൻ ഡോളറിലാണ് കൊടുക്കേണ്ടതെന്നുള്ള തീരുമാനമെല്ലാം അമേരിക്കയാണ് എടുത്ത് അവരെ നിർബന്ധിച്ചത്. പക്ഷെ ഇതിലൊന്നും ട്രംപിന് വലിയ കാര്യമില്ല. കാരണം അങ്ങനെയല്ലല്ലോ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ട്രംപ് പറയുന്നത് ഞാൻ വഴി മാത്രമാണ് ഈ അമേരിക്കയെ രക്ഷിക്കാൻ പറ്റുന്നതും അല്ലെങ്കിൽ ലോകത്തെ രക്ഷിക്കാൻ പറ്റുന്നുള്ളതെന്നുള്ള എന്തോ ഒരു ഇമാജിനേഷൻ അദ്ദേഹത്തിനുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ജോസ് ചോദിച്ച ചോദ്യം ഇതെങ്ങനെ ജർമ്മനിയെ ബാധിക്കും എന്നുള്ളതാണ്. ഈ ട്രേഡ് സെക്ടറിൽ യൂറോപ്യൻ യൂണിയൻ ഒന്നിച്ചാണ് പ്രവർത്തിക്കുന്നത്. അതായത് ജർമ്മനി തനിച്ചല്ല തീരുമാനിക്കുന്നത്, പ്രസ്തുത യൂറോപ്യൻ യൂണിയന്റെ ലീഡർഷിപ്പിലാണ്. അപ്പോ യൂറോപ്പിന്റെ ഒക്കെ ഏറ്റവും വലിയ ശക്തി 470 ദശലക്ഷം മനുഷ്യരൊക്കെ ജീവിക്കുന്നതും വളരെയധികം ബൈയിങ് കപ്പാസിറ്റി ഉള്ളതും റിച്ച് ആയിട്ടുള്ളതും വളരെ ഇൻഡസ്ട്രി വളർന്നതുമായ കോണ്ടിനെന്റ് ആയതുകൊണ്ട് യൂറോപ്പിന് ഈ അമേരിക്ക ആയിട്ടുള്ള നെഗോസിയേഷൻസിൽ വളരെയധികം ശക്തിയുണ്ട്. പ്രത്യേകിച്ച് ജർമ്മനി എക്സ്പോർട്ട് ഓറിയന്റഡ് രാജ്യമാണ്. ജർമ്മനിക്ക് വളരെ കുറച്ച് റോ മെറ്റീരിയലുള്ളൂ. ജർമ്മനിയുടെ ഏറ്റവും പ്രധാന ശക്തി ഇവിടുത്തെ നോളജാണ്. അതുപോലെ തന്നെ വളരെയധികം എക്സ്പെർട്ടൈസോടുകൂടി പ്രവർത്തിക്കുവാനുള്ള ആളുകളുടെ കഴിവ്. ഇതെല്ലാം ഉപയോഗിച്ചാണ് ജർമ്മനിയിലെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി വളർത്തിയെടുത്തത്. പക്ഷെ ജർമ്മനിക്ക് എക്സ്പോർട്ട് ചെയ്താലേ എക്കണോമി വളരുകയുള്ളൂ. വളരെ എക്സ്പോർട്ട് ഡിപ്പെൻഡിങ് രാജ്യമാണ് ജർമ്മനി. അപ്പൊ അമേരിക്ക ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിക്ക് 25% തിരുവയാണ് പ്രഖ്യാപിച്ചത്. അതിപ്പോ തീർച്ചയായിട്ടും 90 ദിവസത്തേക്ക് അത്ര പ്രശ്നം ഉണ്ടാക്കുകയില്ല. പക്ഷെ 10% നിലനിൽക്കും. ഏറ്റവും ജർമ്മൻ എക്കണോമിയിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോകുന്നത് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയാണ്. പക്ഷെ അതിനെ കുറച്ച് മറികടക്കുവാനുള്ള വിദ്യകളൊക്കെ യൂറോപ്പിനുണ്ട്. ജർമ്മനി ഈ അമേരിക്കയിൽ ഉദാഹരണമായിട്ട് BMW അവിടെ തന്നെ ധാരാളം ബ്രാഞ്ചുകൾ അമേരിക്കയിലുണ്ട്. അവിടെ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ധാരാളം BMW കാറുകൾ പുറത്തേക്ക് പോലും വിൽക്കുന്നുണ്ട്. പക്ഷെ അവിടേക്ക് ചെല്ലുന്ന സ്പെയർ പാർട്സ് അതിനും തിരുവ ചുമത്തിയാൽ അമേരിക്കയിലെ BMW കാറുകൾക്കും ഫോൾക്സ് വാഗനും ബെൻസിനും ഔഡിക്കും എല്ലാത്തിനും വില കൂടും. അതുകൊണ്ട് ലോകത്തിൽ വാങ്ങിക്കുവാൻ പോകുന്ന കാറുകളുടെ എണ്ണം കുറഞ്ഞേക്കാം. അതനുസരിച്ച് അതിന്റെ ഇൻഫ്ലുവൻസ് ഇൻഡസ്ട്രിക്ക് ഉണ്ടാവും, എംപ്ലോയ്മെന്റ് സെക്ടറിൽ ഉണ്ടാകും. പക്ഷേ യൂറോപ്പ് ഇപ്പൊ പരിശ്രമിക്കുന്നത് അമേരിക്കയോട് മാത്രം ഡിപ്പെൻഡിങ് അല്ലാതെ വേറെ രാജ്യങ്ങളായിട്ട് വ്യാപാര കരാറിലേക്ക് പോകുവാനാണ്. ഇപ്പോ യൂറോപ്പ് ഇന്ത്യ ആയിട്ട് നെഗോസിയേഷൻസ് നടത്തി അതിൽ അണ്ടർസ്റ്റാൻഡിങ് വന്നിട്ടുണ്ട്. ഇനി അത് സ്ഥിരമാക്കി ഉള്ള ഒപ്പിടണം.
കാനഡയായിട്ട് വ്യാപാര കരാറുണ്ടാക്കിയിട്ടുണ്ട്. മെക്സിക്കോ ആയിട്ട് കരാറുണ്ടാക്കിയിട്ടുണ്ട്. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളായിട്ടും വ്യാപാര കരാറുണ്ടാക്കി എക്സ്പോർട്ട് ചെയ്യുവാൻ നോക്കുന്നു. അപ്പോ വളരെ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള വേൾഡ് കോർപ്പറേഷനിലേക്കാണ് ഇപ്പോൾ രാജ്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. വിയറ്റ്നാമായിട്ട് അതുപോലെ തന്നെ ചൈനയായിട്ട് കരാറുകൾ അല്ലെങ്കിലും അണ്ടർസ്റ്റാൻഡിങ്ങിൽ വരാനായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോ പക്ഷെ ട്രംപ് പ്രഖ്യാപിച്ചിരുന്ന തിരുവ വരികയാണെങ്കിൽ ലോകം മുഴുവനും എക്കണോമിക് ഗ്രോത്തിൽ തകർന്ന സ്ഥിതിയിൽ വരുമ്പോൾ എത്ര പരിശ്രമിച്ചാലും ഈ ജർമ്മനിയിലെ പ്രൊഡക്റ്റ് വാങ്ങിക്കുവാനുള്ള കപ്പാസിറ്റി മറ്റു രാജ്യങ്ങൾക്ക് ഉണ്ടാകുകയില്ല. അതായത് പൊതുവെ എക്കണോമിയിൽ വേൾഡിൽ തകർച്ച ഉണ്ടാകാനുള്ള വഴിയാണ് ട്രംപിന്റെ പ്രഖ്യാപിച്ച തിരുവ നിലനിൽക്കുകയാണ്. അപ്പൊ അതിൽ നിന്നും തൽക്കാലത്തേക്ക് രക്ഷ ഉണ്ടായി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു താൽക്കാലിക ആശ്വാസം എന്നോണമാണ് ഇപ്പോൾ 90 ദിവസത്തെ വെടിനിർത്തൽ എന്ന് തന്നെ പറയാം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കും യൂറോപ്യൻ യൂണിയന്റെ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല ഫോൺ ഡെർ ലയൻ പറഞ്ഞു, ഞങ്ങളും 90 ദിവസത്തിന് തൽക്കാലത്തിനെല്ലാം നിർത്തിവെച്ചിരിക്കുകയാണ്. അപ്പോൾ 20% അല്ലെ ജർമ്മനിയുടെ 25% അത് മറ്റ് രാജ്യങ്ങളുടെ മേൽ വന്ന് പതിച്ചപ്പോൾ പല രാജ്യങ്ങൾക്കും പല ശതമാന തീരുവയാണ് കൊടുത്തിരിക്കുന്നത്. യൂറോപ്യൻ യൂണിയന് പൊതുവെ ഇതാണ്. അതേസമയം ഏഷ്യൻ രാജ്യങ്ങൾക്ക് അതിൽ കൂടുതൽ കൊടുത്തിട്ടുണ്ട്. 40-ഉം 50-ഉം ചൈനയ്ക്ക് 104 എന്നുള്ളത് 125 ആക്കി. അപ്പൊ ഇതൊക്കെ തന്നെ മറ്റ് രാജ്യങ്ങളെ അങ്ങ് അടിച്ചിരുത്തുന്ന ഒരു പ്രക്രിയയായിട്ട് എല്ലാവരും തന്നെ അത് അങ്ങനെയാണ് കരുതിയിരിക്കുന്നത്. എന്നാൽ ഇപ്പോഴത്തെ ഒരു നടപടി എന്ന് പറയുന്നത് ഇദ്ദേഹം ഇനി 90 ദിവസം കഴിഞ്ഞ് ഇത് തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ അപ്പോൾ ഈ പറഞ്ഞ നമ്മുടെ ജർമ്മനിയുടെ പുതിയ പാർട്ട്നേഴ്സായി വരുന്ന രാജ്യക്കാരൊക്കെ അമേരിക്കയെ മൊത്തത്തിൽ ബോയ്ക്കോട്ട് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. ബോയ്ക്കോട്ട് ചെയ്തില്ലെങ്കിലും അവരുടെ അമേരിക്കയിലേക്കുള്ള ആ ഡിപ്പെൻഡൻസി കുറയ്ക്കുവാൻ നോക്കും. ഇപ്പൊ തന്നെ കാനഡ തന്നെ അനൗൺസ് ചെയ്തു, കാനഡയിൽ ഉണ്ടാക്കുന്ന പ്രൊഡക്ട്സ് ഉപയോഗിക്കുക, അമേരിക്കയിൽ നിന്നും വരുന്ന പല പ്രൊഡക്ട്സിനെയും അവോയ്ഡ് ചെയ്യുക. മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ പോലെ മെയ്ഡ് ഇൻ കാനഡ, മെയ്ഡ് ഇൻ യൂറോപ്പ് എന്നൊക്കെയുള്ള പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാകാൻ വഴിയുണ്ട്. അത് അമേരിക്കയ്ക്ക് നെഗറ്റീവായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഈ പല രാജ്യങ്ങൾക്കും ഒരേ പ്രൊഡക്ട്സിന് തന്നെ പല രാജ്യങ്ങൾക്കും പല വിധത്തിലുള്ള തിരുവ ഉള്ളത് ഇന്ത്യക്ക് സ്വല്പം ഗുണമായിട്ട് വരും. ഇപ്പോ ഉദാഹരണമായിട്ട് ടെക്സ്റ്റൈൽ സെക്ടറിൽ നിന്ന് ബംഗ്ലാദേശിൽ നിന്നും അമേരിക്ക എടുക്കുവാൻ നോക്കുന്ന കസ്റ്റംസിന്റെ പെർസെന്റേജ് ഇന്ത്യയിലുള്ള ടെക്സ്റ്റൈൽസിനേക്കായി കൂടുതലാണ്. അതായത് അപ്പോ അവര് ഇത്രയും നാളും അമേരിക്ക ബംഗ്ലാദേശിൽ നിന്നും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കൂടുതൽ ഇപ്പോ ഇന്ത്യയിൽ നിന്നും വാങ്ങിക്കാൻ തയ്യാറായിരിക്കും. കാരണം തിരുവ ഇന്ത്യക്കാരിൽ നിന്നും കുറച്ച് അമേരിക്ക എടുക്കുവാൻ പ്ലാൻ ചെയ്യുന്നുള്ളൂ. അങ്ങനെ പല വിധത്തിലുള്ള ഒരേ പ്രൊഡക്റ്റിന് തന്നെ പല രാജ്യങ്ങളിൽ നിന്നും പല രാജ്യങ്ങളിൽ നിന്നും ഒരേ പ്രൊഡക്ട്സിന് പലതരത്തിലുള്ള പല പെർസെന്റേജ് വെച്ചിട്ടാണ് അമേരിക്ക ചുങ്കം ചുമത്തുവാൻ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് രാജ്യങ്ങൾ തമ്മിൽ തന്നെ കോമ്പറ്റീഷൻ ഈ കാര്യത്തിൽ ഉണ്ടാകും. അപ്പൊ ഇതുകൊണ്ടുണ്ടാകുന്ന ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് തൊഴിൽ നഷ്ടങ്ങളല്ലേ? പ്രത്യേകിച്ച് ഇപ്പം ജർമ്മനിയിലെ തൊഴിലാളികളെ ഏറെ വേണം. ഏതാണ്ട് 6.3% തൊഴിലില്ലായ്മയുടെ നിരക്ക് അങ്ങനെയാണ്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ കൂടി വരുമ്പോൾ ഇവിടുത്തെ തൊഴിലില്ലായ്മ കൂടാൻ ചാൻസ് ഉണ്ടോ? പ്രത്യേകിച്ച് ഇപ്പൊ മലയാളികളൊക്കെ തന്നെ ഇങ്ങോട്ട് നമ്മള് മലയാളികളെ പറ്റി കൂടെ പറയണമല്ലോ. കാരണം തുലവും 10,000 താഴെ മലയാളി സംഖ്യ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ ഏതാണ്ട് 90,000-ഓളം എത്തി നിൽക്കുന്ന ഒരു നിലയാണ് ഉണ്ടാകുന്നത്. അത് പല മേഖലകളായിട്ട് പഠിക്കാനും ജോലിക്കും കമ്പ്യൂട്ടർ
കമ്പ്യൂട്ടർ മേഖലയിലും നഴ്സിംഗ് മേഖലയിലും ഒക്കെ എല്ലാ തരത്തിലും എല്ലാ മേഖലകളിലും കൂടിയാണ് ഞാൻ ഈ പറയുന്നത്. അതുപോലെ തന്നെ അപ്പം നമുക്കൊക്കെ നമ്മുടെ ആളുകളൊക്കെ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഇവിടെ തൊഴിലില്ലാത്തവരായിട്ട് മാറേണ്ട ഒരു ഗതികേട് ഉണ്ടാവുമോ ഈ ഒരു പ്രക്രിയ മുന്നോട്ട് പോയാൽ? ഈ പ്രക്രിയ മുന്നോട്ട് പോയിട്ട് തീർച്ചയായിട്ടും ജർമ്മനിയിലെ എക്കണോമി ഇതുവഴി വളരെയധികം താഴാൻ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് മലയാളികളുടെയും എംപ്ലോയ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. പക്ഷേ എന്റെ അഭിപ്രായത്തില് അങ്ങനെ അമേരിക്കയ്ക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഈ 90 ദിവസം കഴിഞ്ഞാലും അമേരിക്കയുടെ ആ തിരുവയുടെ ഹൈ പെർസെന്റേജ് നെഗോസിയേഷൻസ് വഴി തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ് വഴി ഇത് ആ പോളിസി സ്വല്പം മാറ്റാനായിരിക്കുമുള്ള സാഹചര്യം. അല്ലെങ്കിൽ ലോകത്തിന്റെ തകർച്ചയാണ്, എക്കണോമിക് തകർച്ച. പക്ഷെ ഇതെല്ലാം പറഞ്ഞാലും നമ്മൾ ഈ ചുങ്കം ചുമത്തുന്നതിൽ ചില അഡ്വാൻറ്റേജസും ഉണ്ട്. ഇത്രയും പെർസെന്റേജ് എടുക്കാതിരുന്നാൽ മതി. ഇപ്പൊ ചരിത്രത്തില് ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടീഷുകാർ പണ്ട് ടെക്സ്റ്റൈൽ ഇമ്പോർട്ട് ചെയ്തിരുന്നു. ഡ്രസ്സൊക്കെ ടെക്സ്റ്റൈൽ. അവര് ഈ കൊളോണിയൽ പീരീഡില് ഇന്ത്യയില് കോട്ടൺ മാത്രം ഉൽപ്പാദിപ്പിച്ചിട്ട് ടെക്സ്റ്റൈൽ പ്രൊഡക്ഷൻ ഇന്ത്യയിൽ നിന്ന് ഇംഗ്ലണ്ടിലേക്ക് മാറ്റി. അത് മാറ്റിയതിന്റെ മെത്തേഡ് ഇന്ത്യയിൽ പ്രോസസ്സിങ് ചെയ്യുന്ന ഡ്രസ്സിന് ഇംഗ്ലണ്ടിൽ വരുമ്പോ ടാക്സ് കൂട്ടിയിരുന്നു. മാഞ്ചസ്റ്റർ സിറ്റിയിലൊക്കെ ടെക്സ്റ്റൈൽ പ്രൊഡക്ഷൻ ആരംഭിച്ചു. അപ്പോ അവരുടെ പോളിസി ഇതായിരുന്നു, റോ മെറ്റീരിയൽ ആയിട്ടുള്ള കോട്ടൺ ചുങ്കം വളരെ കുറച്ച് ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുവരിക, ആ കോട്ടൺ ഇംഗ്ലണ്ടിൽ പ്രോസസ് ചെയ്തിട്ട് ടെക്സ്റ്റൈൽ ഇന്ത്യയിലേക്ക് തിരിച്ച് എക്സ്പോർട്ട് ചെയ്യുക. ഇന്ത്യയിൽ നിന്നും ടെക്സ്റ്റൈൽ നൂലാക്കി മാറ്റിയാൽ, കോട്ടൺ നൂലാക്കി മാറ്റിയാൽ ആ നൂലിന് സ്വല്പം കൂടുതൽ ചുങ്കം, ആ നൂലിൽ നിന്ന് ഡ്രസ്സായിട്ട് മാറ്റിയാൽ അതിലും വളരെയധികം ചുങ്കം ഇംഗ്ലണ്ടിലേക്ക് ഇറക്കുമ്പോൾ. അങ്ങനെയുള്ള മെത്തേഡ് വഴിയാണ് ഇംഗ്ലണ്ടിന്റെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷനൊക്കെ ചില ബേസിസ് നൽകിയത്. അതേസമയത്ത് ഇന്ത്യയിൽ അത് ചൂഷണം ചെയ്യപ്പെട്ടു. ഇന്ത്യയിൽ കോട്ടൺ പ്രൊഡ്യൂസ് ചെയ്യുകയും ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി കുറയുകയും ചെയ്തു. ഇങ്ങനെ പക്ഷെ ഓരോ രാജ്യത്തിനും ചുങ്കം ചുമത്തുന്ന രാജ്യങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ചെയ്യുന്ന പരിപാടി പണ്ട് ഉണ്ടായിരുന്നു. അതിൽ ചിലതെല്ലാം ഗുണപ്രദമായിരുന്നു. ഇപ്പൊ ഉദാഹരണമായിട്ട് ഡെവലപ്പിംഗ് കൺട്രീസിന് കുറെയൊക്കെ പരിഗണന ഈ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ നൽകിയിരുന്നു. അതായത് ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾക്ക് അവിടേക്ക് വരുന്ന സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ത്യക്ക് കൂടുതൽ ടാക്സ് ലഭിക്കുവാൻ വേണ്ടിയിട്ട് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും ഡിമാൻഡ് ചെയ്തിരുന്നു. അതേസമയത്ത് ഇൻഡസ്ട്രിയലൈസ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങൾ ആ ടാക്സ് ഈ ഡെവലപ്പിംഗ് കൺട്രീസിൽ നിന്നും വരുന്ന സാധനങ്ങൾക്ക് ടാക്സ് കുറച്ചിരുന്നു. അങ്ങനെ തമ്മിൽ ഉള്ള ഒരു കൺസിഡറേഷൻ ഉണ്ടായിരുന്നു പണ്ട്. അത് ഗുണപ്രദമായിരുന്നു. പക്ഷെ ഇപ്പോ അങ്ങനെയുള്ള കൺസിഡറേഷനൊക്കെ ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുന്നു. ഈ ടാക്സ് ഈ പ്രൊട്ടക്ഷനിസത്തിന് വേണ്ടിയിട്ട് ചുമത്തിയിരുന്ന ടാക്സ് കുറച്ചില്ലെങ്കിൽ എല്ലാ രാജ്യങ്ങൾക്കും പ്രശ്നമായിട്ട് മാറും. ഇപ്പൊ ഈ തുണിത്തരങ്ങളുടെ കാര്യം പറഞ്ഞപ്പോ നമ്മുടെ കൊച്ചു കേരളത്തിലെ ഏറ്റവും വലിയ ബിസിനസ് നമ്മുടെ സാബു കീറ്റക്സ് ആണല്ലോ. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ എക്സ്പോർട്ട് എന്ന് പറയുന്നത് കുട്ടിയുടുപ്പുകളല്ലേ, അതുപോലത്തെ സാധനങ്ങൾ അമേരിക്കയിലേക്ക്, അത് ഒത്തിരി റിപ്പോർട്ടുകളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇങ്ങനെ ഒരു ചുങ്കം വന്നു കഴിഞ്ഞപ്പോൾ അത് മലയാളി ബിസിനസ്സുകാരനെ വരെ ബാധിക്കില്ലേ? തീർച്ചയായിട്ടും. പക്ഷെ ഈ കിറ്റക്സ് ബാബുവിന്റെ പ്രൊഡക്ട്സ് അമേരിക്കയില് കൂടുതൽ ഇമ്പോർട്ട് ചെയ്യാനാണ് ഇപ്പൊ അമേരിക്കക്കാർക്ക് ആഗ്രഹം. അപ്പോൾ അത് അങ്ങനെ വരുമ്പോൾ അത് കേരളത്തിന് നേട്ടമാണോ അതോ കോട്ടമാണോ? കേരളത്തിന് ഇപ്പോ അത്രയധികം നേട്ടം ഉണ്ടാകില്ല. കാരണം കിറ്റക്സ് ബാബു വേറെ സംസ്ഥാനങ്ങളിലേക്ക് പോയി കഴിഞ്ഞു. അപ്പോ ഈ കിറ്റക്സ് ബാബുവിന്റെ കിറ്റക്സ് ഇൻഡസ്ട്രിക്ക് തീർച്ചയായിട്ടും അത് ഗുണമായിരിക്കും. കാരണം ആ പ്രൊഡക്ട്സിന് അത്രയധികം ചുങ്കം അമേരിക്ക ചുമത്തുന്നില്ല എന്നുള്ളതാണ്
ഒരു പ്രധാന കാര്യം. ആ ചുങ്കം കുറയുന്നത് കൊണ്ട് അമേരിക്കയ്ക്ക് കൂടുതൽ എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കും. ഇനിയിപ്പം ജർമ്മനിയിലേക്ക് തിരിച്ചു വരാം. പുതിയ ഗവൺമെന്റ് ഇന്നലെ എഗ്രിമെന്റ് ആയി. മെർച്ചിന്റെ ചാൻസലർഷിപ്പ് എല്ലാം ഏറെക്കുറെ വ്യക്തമായി. മെയ് 7 മിക്കവാറും ചാൻസലർ തെരഞ്ഞെടുപ്പ് പാർലമെന്റിൽ നടക്കും എന്നാണ് ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ. അപ്പം അദ്ദേഹം ചാൻസലറായിട്ട് വരുമ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ട്രംപിനെ ഒരു കാരണവശാലും നമ്പാൻ പറ്റില്ല, വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു കാര്യം. അതിന്റെ കൂട്ടത്തിലാണ് ഇപ്പോൾ ഈ തീരുവ ചുങ്കം കൂടെ എല്ലാ രാജ്യങ്ങളെയും പ്രത്യേകിച്ച് ജർമ്മനിക്കൊക്കെ ബാധിക്കുന്നത്. ഇപ്പം പുതിയ ഗവൺമെന്റ് വന്നാൽ അതെങ്ങനെ ഒരു ഇതിനൊരു ലോസുങ് അല്ലെങ്കിൽ ഇതിനൊരു പ്രതിവിധി എങ്ങനെയാവും? പ്രത്യേകിച്ച് ജർമ്മനിയുടെ സാമ്പത്തിക മൊത്തത്തിൽ മോശമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തില് ജർമ്മനിക്ക് ട്രംപിന്റെ ഈ ഒരു ഡെമോക്രസിന്റെ വാളെന്ന് പറയുന്നത് പോലെ അതിൽ നിന്ന് എങ്ങനെയൊന്ന് രക്ഷപ്പെട്ട് നിൽക്കാൻ പറ്റും? പുതിയ ഗവൺമെന്റിന് അങ്ങനെയൊരു പിടിച്ചു നിൽപ്പിന് കൂടുതൽ പക്വത വരുമോ? പുതിയ ഗവൺമെന്റ് ഏത് ഗവൺമെന്റ് ആയാലും ഈ ട്രേഡ് സെക്ടറിൽ യൂറോപ്യൻ യൂണിയനിൽ അവർ ഒന്നിച്ച് പ്രവർത്തിക്കുന്നതുകൊണ്ട്, അതായത് യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഫോൺ ദ ലയൻ ആണ്, അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയന്റെ കമ്മീഷനാണ് ഈ ട്രേഡ് കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നത്. മറ്റു രാജ്യങ്ങളിൽ എല്ലാ രാജ്യങ്ങളും ഒന്നിച്ച്. അപ്പൊ അതുകൊണ്ട് ജർമ്മനിക്ക് തനിച്ച് അതില് വലിയ ഇൻഫ്ലുവൻസ് ഇല്ല. പക്ഷെ പുതിയ ചാൻസലർ മെർസ് അമേരിക്കയൊക്കെ വളരെ നന്നായിട്ട് അറിയുന്ന വ്യക്തിയാണ്. ട്രംപായിട്ട് ഒന്നിച്ച് പ്രവർത്തിക്കുവാനുള്ള കഴിവുള്ള വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ട് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ചില കാര്യങ്ങളൊക്കെ യൂറോപ്പിന് വേണ്ടിയിട്ട്, അതായത് ജർമ്മനിക്ക് മാത്രമായിട്ടല്ല, യൂറോപ്യൻ യൂണിയനിലെ ഏറ്റവും ശക്തിയുള്ള രാജ്യം എന്നുള്ള നിലയിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. അപ്പൊ അത് നമുക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ലെന്നാണ് കരുതുന്നത് അല്ലേ? ഈ കാര്യത്തില് ഈ ജർമ്മൻ ഗവൺമെന്റിന് തനിച്ച് ചെയ്യുവാനുള്ള സ്പേസ് കുറവാണ്. പക്ഷേ പുതിയ ഗവൺമെന്റ് വരുമ്പോൾ എന്റെ പ്രതീക്ഷ ഇൻവെസ്റ്റ്മെന്റ് കൂടും, ഇൻഡസ്ട്രിക്ക് ഒരു ഉണർവ് കിട്ടും, മാർക്കറ്റ് കുറച്ചും കൂടെ വിജിലന്റ് ആയിട്ട് പ്രവർത്തിക്കും, ബ്യൂറോക്രസി കുറച്ച് കുറഞ്ഞേക്കും. അങ്ങനെ പൊതുവെ ജർമ്മൻ എക്കണോമിക്ക് ഒരു ഉണർവ് ലഭിക്കുമ്പോൾ ഇവിടെയുള്ള ജനങ്ങൾക്കും കൂടുതൽ സപ്പോർട്ട് ലഭിക്കുമെന്നാണ് എന്റെ വിചാരം. പക്ഷെ അതേസമയം യാതൊരു വിധത്തിലുള്ള കൺട്രോളിംഗ് ഇല്ലാതെ ജർമ്മനിയുടെ ആർമിയെ ശക്തിപ്പെടുത്തുവാൻ ധാരാളം കാശ് പണം റിസർവ് ചെയ്തിട്ടുണ്ട്. അത് ചെലവാക്കി വരുമ്പോൾ ജീവിക്കുവാൻ ആവശ്യമുള്ള സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യാതെ ഈ യുദ്ധം ചെയ്യുവാനുള്ള സെക്ടറിലേക്ക് കൂടുതൽ പണം പോകുന്നത് അത്ര ഗുണകരമാകുകയില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. മെർച്ചിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു കോർപ്പറേറ്റ് വക്കീലാണ്. അതോടൊപ്പം കഴിഞ്ഞ 16 വർഷം കാലം മെർക്കൽ യൂറോപ്പിന്റെ ഒരു നേതാവായിട്ട് നിന്ന ഒരു സ്ഥാനത്ത് ഇപ്പോൾ ഒരു നേതാവില്ല. പക്ഷേ മക്രോൺ അതായത് ഫ്രഞ്ച് പ്രസിഡന്റ് ആണ് ആ ഒരു സ്ഥാനത്തേക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം യൂറോപ്പിന്റെ ഒരു പുതിയ നായകൻ എന്നുള്ള നിലയിൽ മക്രോണിനെയാണ് പല മീഡിയകളും വിശേഷിപ്പിച്ചിരിക്കുന്നത്. അപ്പം ഇദ്ദേഹം മെർസ് ഇവിടുത്തെ ചാൻസലറായിട്ട് വരുമ്പോൾ ഇനിയും ജർമ്മനിയുടെ ആ ഒരു വലിയ വ്യക്തിത്വം ഇദ്ദേഹത്തിലൂടെ തിരിച്ചു പിടിക്കുമോ? അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെ പറ്റി നമ്മൾ മനസ്സിലാക്കുവാനേ പോകുന്നേ ഉള്ളൂ. കാരണം ഇതുവരെയായിട്ട് അദ്ദേഹം ജർമ്മനിയിലെ ഒരു ഗവർണൻസ് കാണിക്കാൻ തക്ക രീതിയിലുള്ള ഒരു ഉത്തരവാദിത്വവും ഇതുവരെയായിട്ടും ലഭിച്ചിട്ടില്ല. ഒരിക്കലും ഒരു മന്ത്രിയായിട്ടില്ല, ഒരിക്കലും ഒരു ഗവൺമെന്റ് നയിച്ചിട്ടില്ല. ഒരു അദ്ദേഹത്തിന് കഴിവുണ്ടെന്നുള്ളത് വളരെ ക്ലിയർ ആണ്. പക്ഷെ ഏത് വിധത്തില് ഒരു ചാൻസലറായിട്ട് കഴിവ് ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. മക്രോൺ ഇപ്പോൾ ചെയ്ത ആ ഫംഗ്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു. കാരണം ജർമ്മനിയില് വളരെ താൽക്കാലികമായിട്ടുള്ള ഒരു ചാൻസലറെ ഗവൺമെന്റ് ഉണ്ടായിരുന്നുള്ളൂ. ഈ കഴിഞ്ഞ സമയങ്ങളിൽ എലക്ഷൻ കഴിഞ്ഞു, പുതിയ ചാൻസലർ വരുന്നത് വരെ ഇപ്പോഴുള്ള ആക്ടിംഗ് ചാൻസലറിന് അധികം ചെയ്യുവാൻ സാധിക്കുകയില്ല. അപ്പോ അതുകൊണ്ട് നമുക്ക് ഇപ്പോ ഒരു ഓപ്റ്റിമിസ്റ്റിക് ആയിട്ട് മുന്നോട്ട് നോക്കാം. പുതിയ ഗവൺമെന്റ് വരുന്നു, പുതിയ ചാൻസ് ഉണ്ട്.
പഴയതെല്ലാം എല്ലാം മാറ്റിയില്ലെങ്കിലും കുറെയൊക്കെ നവീനത, ഇന്നോവേഷൻ, അതുപോലെ തന്നെ ബ്യൂറോക്രസി റിഡക്ഷൻ, അങ്ങനെയുള്ള പല കാര്യങ്ങളും അവര് പറഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷെ അത് എത്രമാത്രം സബലീകരണമാകുമെന്ന് നമ്മൾ കണ്ടറിയാം. ഇപ്പം നമ്മുടെ ഈ ചർച്ചയിലെ അവസാനത്തെ ഒരു ചോദ്യമായിട്ട് വരുന്നത്, ഇപ്പോൾ നമ്മളൊക്കെ തന്നെ വർഷങ്ങളായിട്ട് ജർമ്മനിയിൽ ജീവിക്കുമ്പോൾ പുതിയ ഗവൺമെന്റിൽ നമ്മളെല്ലാം വലിയ പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. അതോടൊപ്പം പുതിയ ആളുകൾക്ക് ഇവിടുത്തെ ബ്യൂറോക്രസി കുറച്ചുകൊണ്ടും ഇവിടുത്തെ വിസ പ്രക്രിയകൾ ലളിതമാക്കിക്കൊണ്ടും എത്രമാത്രം നമ്മുടെ പ്രത്യേകിച്ച് മലയാളികൾക്ക് അത് എത്രമാത്രം ജർമ്മനി ഇനിയും ഭാവിയിൽ ശോഭനമാകും എന്നുള്ള കാര്യം എങ്ങനെയാണ് കാണുന്നത്? പഠിക്കുവാൻ തയ്യാറാണ്. ഇവിടുത്തെ സൊസൈറ്റിയിൽ കുറച്ച് തന്നെയെങ്കിലും ഇന്റഗ്രേറ്റ് ചെയ്യുവാൻ തയ്യാറാണ്. ഇവിടുത്തെ നിയമങ്ങളെല്ലാം സ്വീകരിക്കുവാൻ തയ്യാറാണ്. ഇവിടുത്തെ മനുഷ്യരായിട്ട് ഒന്നിച്ചു പോകുവാൻ തയ്യാറാണ്. ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് ജർമ്മനി ഇപ്പോഴും സാഹചര്യങ്ങൾ ധാരാളം നൽകുന്നുണ്ട്. അത് നൽകുമെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ജർമ്മൻ എക്കണോമി ബെറ്ററായിട്ട് വരുമെന്നുള്ളതിൽ എനിക്ക് സംശയമൊന്നുമില്ല. അതുകൊണ്ട് ജർമ്മനി വളരും തോറും അതനുസരിച്ച് നമുക്കും അതിൽ ആകുവാൻ സാധിക്കും. പുതിയ ജനറേഷൻ ഇവിടെ വരുന്നവർക്കും ചാൻസ് ലഭിക്കും. പക്ഷെ പണ്ടത്തെ പോലെയുള്ള മൈഗ്രേഷൻ ഇവിടെ പ്രോത്സാഹിപ്പിക്കില്ല. കഴിവനുസരിച്ച് ഇവർക്ക് ആവശ്യമുള്ള ജോലിക്കാരെ മാത്രമേ ഇവർ കൂടുതലായിട്ട് സ്വീകരിക്കുകയുള്ളൂ. അതനുസരിച്ച് നമുക്കിപ്പോ വൊക്കേഷണൽ ട്രെയിനിങ് ഒക്കെ ഇവിടെ ഈ ചാൻസ് ഉപയോഗിക്കാം. അതുകൊണ്ട് ഭാവിയിലും മലയാളികൾക്ക് ചാൻസ് ഉണ്ട്. അതെ, ട്രംപിന്റെ ഈ അടിച്ചേൽപ്പിക്കുന്ന തീരുവ യൂറോപ്പ് പ്രതിരോധിച്ചുകൊണ്ട് ജർമ്മനി അതിന്റെ കൂടെ നിന്നുകൊണ്ട് ജർമ്മനി അത് തരണം ചെയ്യും എന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങൾ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുന്നത്. എന്തായാലും വളരെ വിശകലനം ചെയ്ത് പല കാര്യങ്ങളും അത് സംഘടനാപരമായിട്ട് ട്രേഡ് സംഘടനാപരമായിട്ടും അതുപോലെ ടാക്സ് അല്ലെങ്കിൽ തീരുവ അല്ലെങ്കിൽ ആഗോളതലത്തിലുള്ള സാമ്പത്തിക മാർക്കറ്റുകളെല്ലാം തന്നെ പരാമർശിച്ചുകൊണ്ടുള്ള നമ്മുടെ ചർച്ച ഇവിടെ സമാപിക്കുകയാണ്. എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ട് പോസിറ്റീവായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടോടെ നമ്മളോടൊക്കെ വിവരങ്ങൾ പങ്കുവയ്ക്കുന്ന ഡോക്ടർ ജോർജ് അരീക്കലിന് ഈ അവസരത്തിൽ പ്രത്യേകം നന്ദി പറയുന്നു. ഇനിയും നമുക്ക് ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ വീണ്ടും ഒന്നിക്കാം, ചർച്ച ചെയ്യാം. എല്ലാവിധ ആശംസകളും. നന്ദി, നമസ്കാരം. താങ്ക് യു ജോസ്. വീണ്ടും കാണാം.